നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഭാവന? ഭാവനയിൽ എനിക്കുള്ള വിശ്വാസം കളയുന്നത്? ഭാവനയെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് അറിയാനുള്ള അന്വേഷണത്തിലാ ഇന്നും ഞങ്ങൾ. പക്ഷേ അവരാരാണെന്ന് അറിഞ്ഞിട്ടും ഭാവന ഞങ്ങളെ അത് അറിയിച്ചില്ല. ഇതാണോ ഭാവനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്? സോറി സർ, അതൊന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. സൂര്യയും സേതുവേട്ടനെയും പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്റെ കിഡ്നാപ്പിന് പിന്നിൽ ആരാണെന്ന സത്യം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമെന്ന് എനിക്കറിയായിരുന്നു സർ. അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നത്. സോറി സർ. അവരോട് വരാൻ പറയും സർ. മാനസയ്ക്കെതിരെയാണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഭാവന. സർ, മാനസയ്ക്ക് അറിയില്ല ശരിക്കും സുനിൽ എവിടെയാണെന്ന്. ഇത് മനഃപൂർവ്വം തന്ന കംപ്ലൈന്റാ. മാൻ മിസ്സിംഗ് കേസാണ് ഭാവന. സുനിൽ എന്ന് പറയുന്ന വ്യക്തി മാനസയെ കണ്ടിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സർ, ഒരു ഭാവന, നിലവിൽ ഭാവനയെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. ഇപ്പോഴത്തെ അത് ആരാണെന്നും വ്യക്തമായി കഴിഞ്ഞു. ഇനി ഞങ്ങളെന്താ ചെയ്യേണ്ടത്? സർ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല. മാത്രമല്ല ഇവരെന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സ്വന്തം മകനെ കാണാതായതിന് പിന്നിൽ മാനസയാണെന്ന വിശ്വാസത്തിൽ മാനസയെ കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോയത്. ഒടുവിൽ മാനസയിൽ നിന്ന് തന്നെ സുനിലിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ഞാൻ അറിയിക്കാന്ന് പറഞ്ഞപ്പോ ഇവരെന്നെ വിട്ടയച്ചതാ. അതിനുശേഷം സുനിലിനെ കുറിച്ച് എനിക്ക് മാനസയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഞാൻ ഇവർക്ക് കൈമാറുകയും ചെയ്തു. മാനസയെ ഇനി ഇവര് ശല്യം ചെയ്യില്ലെന്നാ ഞങ്ങളോട് ഇവര് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ ആ വാക്ക് അവര് തെറ്റിച്ചിരിക്കുന്നു. ശരിയാണോ മിസ്റ്റർ? നിങ്ങൾ രണ്ടു കൂട്ടരും പോലീസിനെ വെറും വിഡ്ഢികളും നോക്കൂത്തികളായിട്ടാണ് കണ്ടിരിക്കുന്നല്ലേ? അയ്യോ, ഒരിക്കലും അല്ല സർ. എന്തല്ലെന്ന ഭാവനയെ പറയുന്നേ? സുനിൽ ശർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാരണമൊക്കെ എനിക്ക് ഫയൽ ചെയ്യേണ്ടി വരും. ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. ഇനി നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ തീരുമാനിക്കും കേസ് എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന്. ഞങ്ങൾക്ക് വേണ്ടത് സാക്ഷികളും തെളിവുകളോ. സർ, മാനസയ്ക്കെതിരെ ഇവർ തന്നിരിക്കുന്ന കംപ്ലൈന്റ് ഇവർ പിൻവലിക്കണം. കാരണം മാനസ ഒന്നാമതെ ഗർഭിണിയാ. അവളെ ഒരു തെറ്റും ചെയ്യാതെ കോടതി കയറ്റി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സർ. പിന്നെ എന്ത് വേണമെന്നാ ഭാവനയെ പറയുന്നേ? സുനിലിന്റെ അച്ഛന്റെ തീരുമാനം എന്താണെന്ന് പറയട്ടെ സർ.
സർ, ഞങ്ങൾക്കിവിടെ ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. സുനിലിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് എന്റെ ഭാര്യ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മകനെ വേണം. അതിന് മാനസിക്കെതിരെ പരാതിപ്പെട്ട മകനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? സർ, മാനസ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറയണം. ഇല്ലെങ്കിൽ ഇവർക്കെതിരെ ഞാനൊരു കംപ്ലൈന്റ് തരാം സർ. ഇവരാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. 2 കേസും അങ്ങനെ മുന്നോട്ട് പോട്ടെ. എന്താ നിങ്ങളുടെ തീരുമാനം? മാനസ കേസിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കാം സാർ. പക്ഷെ അവൾക്ക് ഞങ്ങളെ മോനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ സാർ അതൊന്ന് അന്വേഷിക്കണം. ശരി, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിങ്ങള് മറ്റൊരു കംപ്ലൈന്റ് കൂടി തന്നിട്ട് പോയിക്കോ. എപ്പോ വിളിച്ചാലും വരണം. ശരി സാർ. സത്യം പറഞ്ഞ അവരെ 3 പേരെയും പിടിച്ച് അകത്തിടേണ്ടതാ. ഇവിടെ ഭാവന തെറ്റുകാരിയായതുകൊണ്ടാ ഞാൻ അവരെ വെറുതെ വിട്ടു. അല്ലെങ്കിലും ഇത്തിരി സഹാനുഭൂതി ഭാവനയ്ക്ക് കൂടുതലാണ് സർ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള തലവേദന ഉണ്ടാകുന്നത്. അതിരിക്കട്ടെ, സേതുവിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അവര് അല്പം മുമ്പ് വിളിച്ചിരുന്നു. സർ, ഞാനൊന്ന് സേതുവിനോട് സംസാരിക്കട്ടെ. ശരി, ശരി. വാസുര, സേതുട്ടാ, എന്തിനാ സേതുട്ട അയാളെ തല്ലാൻ പോയത്? തല്ലിയ പ്രശ്നം കൂടുകയല്ലേ ചെയ്യുള്ളൂ, കുറയില്ലല്ലോ. ഓ, അവരൊക്കെ ചെയ്തത് ശരി, അപ്പൊ ഞാൻ ചെയ്താണ് തെറ്റ്. അതല്ലേ ഇപ്പൊ നീ പറഞ്ഞു വരുന്നത്? സേതുട്ടൻ കടം വാങ്ങിച്ച് കാശ് മറിച്ച് എന്തിനാ വർക്കൊക്കെ ചെയ്യുന്നേ? ഇതിനു മുമ്പും അബദ്ധം പറ്റിയിട്ടുള്ളതല്ലേ? ഇനി അയാളുടെ കാല് പിടിച്ചിട്ടായാലും സേതുട്ടനെ പുറത്തു കൊണ്ടുവന്നല്ലേ പറ്റൂ. നീ ഒരുത്തന്നെ കാല് പിടിക്കാനൊന്നും പോകുന്നു വേണ്ട. എന്നോട് നിറയേട് കാണിച്ചവനെ തന്നെ ഞാൻ തല്ലിയത്. ഇതാ രാജശേഖരനും ജോണിയും കൊണ്ടുള്ള ഒത്തു കളിയാ. അവരെങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ സേതുവേട്ടാ. നമ്മളും അതിനൊപ്പം നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. സേതുവേട്ടൻ ഇങ്ങനെ ലോക്കപ്പിൽ കിടന്ന വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവും. അത് മാത്രമാണോ? ഉടനെ തന്നെ ഭരത്തിന് പോസ്റ്റിംഗ് ഓർഡറും വരും.